എന്താ വിശേഷം? സുഖല്ലേ? അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നു. ഫുഡൊക്കെ കഴിച്ചോ? സമയം 2:51. ഫുഡൊക്കെ കഴിച്ചെല്ലാവരും? ഞാൻ ഫുഡ് കഴിച്ചു. അങ്ങനെ ഇരിക്കുന്ന. വേറെന്താണ് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയാമെന്ന് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലേ. ഒരു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്താൽ അത് ഒരു സന്തോഷം കിട്ടും. എല്ലാവരും കണ്ട് ഒരു സന്തോഷം, നെഗറ്റീവ് പറയണവരായാലും പോസിറ്റീവ് പറയണവരായാലും ഇപ്പോൾ പറയുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ. പിന്നെ വീഡിയോ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ഇത്. ഇപ്പം ഇന്ന് ഹസ്ബൻഡ് ഉണ്ടാൾ ഇന്നലെ എത്തിയിട്ടുണ്ട്. നാളെ പുലർച്ചെ പോവാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇന്നെ വിളിച്ചെന്താണെന്ന് നിങ്ങൾക്കറിയണം. എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ കേൾക്കണം കേട്ടോ. അവളെന്നെ വിളിച്ച് എനിക്ക് ജാടയെന്നാണ് പറഞ്ഞത്. എനിക്ക് ജാടല്ലല്ലോ. എനിക്ക് ജാടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അവൾ പറഞ്ഞു എനിക്ക് ജാടുണ്ടെന്ന്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് ജാടുണ്ടെന്ന്. പക്ഷെ അവളും പറഞ്ഞ് വേറൊരാളും പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ട് എനിക്ക് ജാടയാണ്. ഞാൻ എന്താ പറയുക, ഒരിക്കലും ഞാൻ ഒരുപാട് ആൾക്കാരെ ഫ്രണ്ട്സുകളാകട്ടെ വീട്ടിൽ ഉള്ള ഫാമിലിനാവട്ടെ ഒരുപാട് സ്നേഹിച്ചതാണ്. പക്ഷെ സ്നേഹിച്ചതൊക്കെ എനിക്ക് തിരിച്ച് നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കാരണം ഞാൻ ആരെടുത്തും അങ്ങോട്ട് എന്ത് ചെയ്യാൻ ചെന്നിട്ടില്ല. കൂടുതലും ഞാൻ അറ്റാച്ച്മെൻറ്റ് ചെയ്യാറില്ല. അപ്പം അത് ഇങ്ങനെ ആരുടെയും മെസ്സേജ് അയക്കുമ്പോൾ അതിന് റിപ്ലൈ കൊടുത്തു. പിന്നെ ഇനി അതൊരു വിഷമത്തിന് ഇടം വരണ്ട. എല്ലാവരും സ്നേഹിച്ചിട്ട് എനിക്ക് തിരിച്ചടി കിട്ടിയിട്ടില്ല. ഒരുപാട് ഫ്രണ്ട്സുകളെ ഞാൻ സ്നേഹിച്ച് എൻ്റെ കൂടെ കൊണ്ട് നടന്ന അവർ എൻ്റെ വീട്ടിൽ നിന്നിട്ടും സ്നേഹിച്ചിട്ടും ഓരോ വിഷമങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒപ്പം നിന്നിട്ടൊക്കെ നിന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ എനിക്ക് കിട്ടിയതിൻ്റെ പേരിൽ അങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സുകൾക്ക് അത്ര മൂല്യം കൊടുക്കണില്ല. ഞാനിപ്പോൾ എൻ്റെതായ രീതിയിൽ കൂടി പോകുന്നു, അവരവരുടെ രീതിയിൽ കൂടി പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് എനിക്ക് ജാടുണ്ട്. നിങ്ങൾക്ക് ജാടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്ക് ജാടുണ്ടെങ്കിൽ ഇല്ലേ ധൈര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് വിഷമം പറയില്ല കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞതാണ് എനിക്ക് ജാടുണ്ട്. എനിക്ക് ജാടില്ലെന്ന് വിളിച്ചിട്ടില്ല കേട്ടോ ആളെ. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ആളിങ്ങോട്ട് വിളിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണം. ഒത്തിരി പണിയൊക്കെ ഉണ്ടായിരുന്നു. സുഖമില്ലാണ്ട് കിടന്നപ്പോൾ അലക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു. കുറച്ച് നാളെ അലക്കാൻ കുറേ ഉള്ളായിരുന്നു. നാളെ അലക്കാട്ടുണ്ട്. മെഷീനിലിടാൻ നാളെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ ഇത്തിരി അലക്കാനുണ്ട്. ഇത്തിരി സുഖമില്ലായിരുന്നു. വീട്ടിലാരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്ത് എൻ്റെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ അതിനിടയ്ക്ക് അവളിങ്ങനെ പറഞ്ഞു വിഷമമൊന്നുമില്ല. അവൾ ഇനിയും കുറേ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ പറയട്ടെ. അവൾ എത്രയേ പറയാൻ പറ്റും അത്രയേ അവൾ പറയട്ടെ. അവൾ ഇനി എന്നെ പറഞ്ഞ് ദേഷ്യം